എല്ലാ അംഗങ്ങളും നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാവരോടും സ്നേഹബുദ്ധിയ അപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 ആത്മീയ പ്രസ്ഥാനങ്ങൾ കൂടി നമ്മുടെ സഭയിൽ ഇപ്പോൾ പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും. സെൻറ്റ് ഡൈനിഷ്യസ് ഫെലോഷിപ്പ്, അത് 40 മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ പുതിയ കത്തീഡ്രലിൽ അതിൻ്റെ യൂണിറ്റ് ആരംഭിച്ചു. അതിൻ്റെ കോർഡിനേറ്റർ എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ ഈ ചാപ്പലിൽ അങ്ങനെ അതിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കണമെന്ന്. ഞാൻ മനീഷ് അച്ഛനോടും അത് സൂചിപ്പിക്കുന്നുണ്ട്. അച്ഛനെ അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട്. 40 മുതൽ 60 വയസ്സ് വരെയുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രവർത്തിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് സെറ്റിലായ സമയമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പുതിയതായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്രിസ്മസ് പാട്ടിനിറങ്ങി 1 ലക്ഷം രൂപയാണ് അവർ പള്ളി പണിക്ക് വേണ്ടി സംഭാവന ചെയ്തത്. അതിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ആത്മീയ സംഘടനയാണ് 60 വയസ്സിന് മേലുള്ളവർക്ക് വേണ്ടിയുള്ള സെൻറ്റ് ജോസഫ് ഫെലോഷിപ്പ്. അതും നമ്മുടെ സഭ മുതിർന്ന ആളുകൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. നമ്മളെല്ലാത്തിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഐഡിയലായിട്ട് വീട്ടിലിരിക്കാതെ ഇങ്ങനെയുള്ള സംഘടനകളും ഇങ്ങനെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു എനർജി എല്ലാത്തിലും കിട്ടുകയാണ്. നമുക്ക് പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിൽ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ യുവജന പ്രസ്ഥാനത്തെ നിങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരും വളരെ നല്ല രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നല്ല കുറേ ചെറുപ്പക്കാർ നമ്മുടെ ഈ ചാപ്പലിലുണ്ട്. അവർ നല്ല രീതിയിൽ എല്ലാ സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ ഒരു കാര്യം മാത്രം പറയുക, വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ അറിഞ്ഞൊരു സംഭവമാണ്. നമ്മുടെ CJ റോയി എന്ന് പറഞ്ഞ ഒരു വലിയ കോടീശ്വരൻ്റെ ആത്മഹത്യ ചെയ്തു. 10,000 കോടിയിലധികം രൂപ ആസ്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ ഈയിടെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. നിങ്ങൾ പലരും കണ്ടു കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിടക്കുന്ന പോലുള്ള കാറുകളാണ് അവിടെ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ തന്നെ 3 or 4 എണ്ണമുള്ള റോൾസ് റോയ്സ് കാറ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ. അതുപോലെ വില കൂടിയ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാർ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വർഷം 60 ലക്ഷം രൂപയാണ് വേണ്ടത്. അതിൻ്റെ ടയർ മാത്രമാണ്. അപ്പൊ അങ്ങനെ അതിസമ്പന്നനായ ഒരു വ്യക്തി പെട്ടെന്നുള്ള ഒരു വിക്ഷോഭത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. നമുക്കൊക്കെ ഒരു പക്ഷേ എന്തിനാണ് ചെയ്തു? കാരണം അയാൾക്ക് ഇൻകം ടാക്സിന്റെ ഏതോ പ്രോബ്ലം ഉണ്ടായിരുന്നു, IT റെയ്ഡ് ഉണ്ടായിരുന്നു. തന്റെ സമ്പത്തിൽ നിന്ന് ചില കോടികൾ കൊടുത്താൽ ഒതുക്കാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാലും അദ്ദേഹം 57 വയസ്സുള്ള ആ വ്യക്തി, ഇത്രമാത്രം സമ്പന്നനായ ഒരു വ്യക്തി, പെട്ടെന്നൊരു നിമിഷത്തിന്റെ ഒരു ചിന്തയുടെ പേരിൽ അദ്ദേഹം ഓഫീസിലോട്ട് കയറി നെഞ്ചിലേക്ക് തോക്ക് വെച്ച് ആത്മഹത്യ ചെയ്യുക. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഇന്നത്തെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയാണ്. നാളത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, നാളത്തെ പ്രഭാതം, അതായത് 12 മണി കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങും, നാളത്തെ കണ്ടിട്ടേ അദ്ദേഹം ഉറങ്ങും. അദ്ദേഹം ഇന്നത്തെ ദിവസം ആഘോഷിച്ചു. ദൈവത്തെ മറന്നു ജീവിച്ചൊരു ക്രിസ്ത്യൻ നാമധാരിയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിധിക്കുവാൻ ഞാനാവല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്. പക്ഷേ ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള, അത് നേരിടാനുള്ള ഒരു തൻ്റെ അദ്ദേഹത്തിന് ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിന് അത് കൈമോശം വന്നുപോയി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ സമചിത്തതയോടെ കാര്യങ്ങളെ സമീപിക്കുവാനും ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകാനും എല്ലാവർക്കും കഴിയും. നമ്മുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ പതറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആത്മീയമായിട്ടുള്ള ഒരു കുടുംബത്തിൽ
മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് വളർത്തപ്പെടുന്ന വീടുകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നമ്മൾ ആരായാലും ഏത് നിലയിലായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമ്മൾക്ക് ഏവർക്കും കഴിയണം. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും കഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് ജനപ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന നീവൻ ചാക്കോയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. കല്ലൂല സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചാപ്പൽ യുവജന പ്രസ്ഥാന യൂണിറ്റായ മാർ ബെസിലിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം 2025-26 കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട്. ചാപ്പലിൻ്റെ ആത്മീയ ഭൗതികവുമായ വളർച്ചയ്ക്കായി യുവജന പ്രസ്ഥാന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു. 2025 ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച യുവജന പ്രസ്ഥാന അംഗങ്ങൾ ചാപ്പൽ പരിസരം വൃക്ഷത്തൈകൾ നട്ടു. ജൂൺ മാസം 31-ാം തീയതി യുവജന പ്രസ്ഥാന അംഗങ്ങൾ കാരുണ്യഭവനിൽ സന്ദർശിച്ചു. സഹായങ്ങളും സാധനങ്ങളും ചെയ്തു കൊടുത്തു. ജൂലൈ മാസത്തിൽ പള്ളിയും പരിസരങ്ങളും വൃത്തിയാക്കി. ഓഗസ്റ്റ് മാസത്തിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്തി. ഫ്രണ്ട്ഷിപ്പ് ഡേയോടനുബന്ധിച്ച് മാസ്റ്റർ രൂപൻ ഒരു പ്രസംഗം നടത്തി. ഓഗസ്റ്റ് മാസം 31-ാം തീയതി ചാപ്പൽ അംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി തഴുക്കര കാരുണ്യ ഭവനിൽ വെച്ച് ഓണപരിപാടി നടത്തി. ഓഗസ്റ്റ് മാസം 19-ാം തീയതി ചാപ്പൽ വെച്ച് അഖില മലങ്കര ക്വിസ് മത്സരം നടത്തി. ഡിസംബർ മാസം 7-ാം തീയതി മാർ ബെസിലിയോസ് യുവജന പ്രസ്ഥാനത്തിൻ്റെയും മാവേലിക്കര പ്രിസൈസ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തപ്പെട്ടു. ക്രിസ്മസിനോടനുബന്ധിച്ച് ചാപ്പലിലും കുരിശടിയിലും സ്റ്റാറുകളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചു. ക്രിസ്മസ് കാർഡ് ചാപ്പൽ എല്ലാ വീടുകളിലും എത്തിച്ചു. കരോൾ സോങ് പ്രാക്ടീസ് നടത്തപ്പെട്ടു. ഡിസംബർ മാസം 21-23 തീയതികൾ ചാപ്പൽ കരോൾ സംഘം എല്ലാ വീടുകളിലും ക്രിസ്മസ് ദൂത് അറിയിച്ചു. ജനുവരി മാസം ആദ്യഫല പെരുന്നാളിന് ബിരിയാണി ചലഞ്ച് കൂപ്പൺ എല്ലാ വീടുകളിലും എത്തിച്ചു. ജനുവരി മാസം 31-ാം തീയതി യുവജന പ്രസ്ഥാന അംഗങ്ങൾ ആദ്യഫല ലേല സാധനങ്ങൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തു. ഫെബ്രുവരി മാസം 14-ാം തീയതി നടത്തപ്പെടുന്ന വിനോദയാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു. യുവജന പ്രസ്ഥാന പ്രസിഡന്റായ ബഹുമാനപ്പെട്ട മനീഷ് മാത്യു അച്ഛൻ്റെ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും യുവജന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കായി മുതൽക്കൂട്ടായി. അച്ഛനോടുള്ള എല്ലാ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ചാപ്പൽ സെക്രട്ടറി, ട്രസ്റ്റി, ഭരണസമിതി അംഗങ്ങൾ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, ചാപ്പൽ അംഗങ്ങൾ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എന്ന സെക്രട്ടറി നെവൻ ചാക്കോ നടാവല്ല്. അടുത്ത റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ മാർ ബെസിലിയോസ് സൺഡേ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി അശ്വതി സാജനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. മാർ ബെസിലിയോസ് സൺഡേ സ്കൂളിൻ്റെ 1/1/2025 മുതൽ 31/12/2025 വരെയുള്ള വാർഷിക റിപ്പോർട്ട്. മാനേര് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് പരിശുദ്ധ സഭയുടെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും പ്രഥമ സ്ഥാനമാണുള്ളത്. വിശുദ്ധ മാമോദിസയിൽ കൂടി വിശുദ്ധ മുറാൻ അഭിഷേകത്താൽ പരിശുദ്ധാത്മ കൃപയിൽ വെച്ച കുഞ്ഞിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് സൺഡേ സ്കൂൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ പിതാക്കന്മാർ വഴികാട്ടിയ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം തടസ്സം കൂടാതെ മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് റിപ്പോർട്ടിലേക്ക് കടക്കട്ടെ. 2025 പുതുവത്സര ക്ലാസുകൾ 12/1/2025 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടിയ യോഗത്തിൽ ചാപ്പൽ വികാരി വന്യ മനീഷ് മാത്യു അച്ഛൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് സൺഡേ സ്കൂൾ ഹാൾ വെച്ച ബാലസമ്മാനത്തിൻ്റെ യോഗം നടത്തി. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ തുടങ്ങുന്നു. പാട്ട്, വേദവായന, പൊതുവിലുള്ള ക്ലാസ്, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം പഠനം തുടങ്ങുന്നു. പൊതുവിലുള്ള ക്ലാസ്സിൽ പ്രധാന അധ്യാപകൻ ശ്രീമാൻ ജോർജ് ദാനിയേൽ സഭാപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു വാക്യം മനഃപ്പാഠമായി പഠിച്ച് എഴുതിക്കൊണ്ടുവരുവാൻ നിർദ്ദേശിക്കുന്നു. 9/2/2025 ദീർഘകാലമായി സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച
ശ്രീമതി ആനി പൊതൻ വിദേശത്തേക്ക് പോകുന്നതിനാൽ യാത്രയയപ്പ് നൽകി. 23/2/2025 മാവേലിക്കര കൺവെൻഷന്റെ ഭാഗമായി ദൈവഭവൻ അരമനയിൽ വെച്ച് നടത്തിയ ആധ്യാത്മിക വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പിന്നീട് നടന്ന സൺഡേ സ്കൂൾ ജൂബിലി റാലിയിലും പങ്കെടുത്തു. 18/5/2025 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചാപ്പൽ വികാരി വന്യ മനീഷ് മാത്യു അച്ഛൻ്റെ അധ്യക്ഷതയിൽ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും വാർഷികം നടത്തി. അന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചത് കാരുണ്യഭവന്റെ ചുമതലക്കാരനായ ഒന്ന് സഞ്ജു അച്ഛനായിരുന്നു. ഒന്ന് NG ഫിലിപ്പച്ചനും ഒന്ന് സഞ്ജു അച്ഛനും ആശംസാ പ്രസംഗം നടത്തി കുട്ടികളുടെ സമ്മാനദാനത്തിന് ശേഷം കൈമുട്ടി യോഗം പിരിഞ്ഞു. അന്നേ ദിവസം സൺഡേ സ്കൂൾ ഹാളിൽ വെച്ച് യോഗം കൂടി സൺഡേ സ്കൂളിൻ്റെ 1/4/2024 മുതൽ 31/2025 വരെയുള്ള കണക്ക് ഓഡിറ്റ് ചെയ്ത് പാസ്സാക്കി. 22/6/2025 നടത്തിയ അർദ്ധവാർഷിക പരീക്ഷയിൽ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. 20/7/2025 സൺഡേ സ്കൂൾ ക്ലാസ്സിന് ശേഷം വന്യ NG ഫിലിപ്പച്ചൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് എടുത്തു. അന്ന് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനപ്രദമായിരുന്നു. ഫിലിപ്പച്ചനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഡിസ്ട്രിക്ട് തലത്തിൽ നടത്തിയ സഹപാഠ്യ മത്സരത്തിൽ പ്രസംഗത്തിന് കുമാരി ജിയ ആൻഡ് ശാമുവേൽ 1ാം സമ്മാനം നേടി. ബാലസമാജം നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ മാസ്റ്റർ ആദം സജീവ് സമ്മാനം നേടി. രണ്ടുപേരെയും അനുമോദിക്കുന്നു. റിപ്പോർട്ട് വർഷം വിവിധ ക്ലാസ്സുകളിലായി 15 വിദ്യാർത്ഥികളും 10 അധ്യാപകരും സേവനം അനുഷ്ഠിച്ചു. 12ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് NG ഫിലിപ്പച്ചനായിരുന്നു. അച്ഛൻ്റെ സുസ്ഥിരമായ സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അർപ്പണബോധത്തോടെ സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. 2025 12ാം ക്ലാസ് വേദപ്രവീൺ പരീക്ഷയിൽ മാസ്റ്റർ CK തോമസും മാസ്റ്റർ രൂപൻ T ജോണും B ഗ്രേഡ് കരസ്ഥമാക്കി. രണ്ടുപേരെയും അനുമോദിക്കുന്നു. ദൈവകൃപ അവരോടുകൂടെ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ അധ്യാപകർ വാർദ്ധക്യത്തിലായവരെയും രോഗത്തിലായവരെയും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിൽ നടത്തിവരുന്ന പ്രധാന അധ്യാപക മീറ്റിങ്ങുകളിലും പോയി സംബന്ധിക്കുന്നു. 2025 ചാപ്പൽ വികാരി വന്യ മനീഷ് മാത്യു അച്ഛൻ്റെ അധ്യക്ഷതയിൽ 2 പ്രാവശ്യം മീറ്റിംഗ് കൂടി പ്രവർത്തനങ്ങളെ വിലയിരുത്തി അച്ഛൻ്റെ മുമ്പോട്ട് കടന്നു. സൺഡേ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വന്യ മനീഷ് മാത്യു അച്ഛനെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കുട്ടികൾ കുറവാണെങ്കിലും സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ചെലവുകൾക്ക് സാമ്പത്തികം ആവശ്യമാണ്. ഇടവ പള്ളിയുടെയും ചാപ്പലിൻ്റെയും വാർഷിക ഗ്രാൻഡുകൾ തികയാതെ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ ഇടവചനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ ശരണപ്പെട്ടു സൺഡേ സ്കൂളിൻ്റെ കാവൽപിതാവായ പരിശുദ്ധ ബസേലിയോസ് ദിലിയൻ ബാവായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇടവ സമക്ഷം സമർപ്പിക്കുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് നമ്മുടെ മാർ ബസേലിയോസ് ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ശ്രീ വർഗീസ് പി നേനാനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മാർ ബസേലിയോസ് പ്രാർത്ഥനായോഗം റിപ്പോർട്ട്. കല്ലുമല സെന്റ് ഗ്രിഗോറിയസ് ചാപ്പലിൻ്റെ മാർ ബസേലിയോസ് പ്രാർത്ഥനായോഗം എല്ലാ ഞായറാഴ്ചകളും ഉച്ചയ്ക്ക് 3:30 ഇടവകയിലെ വിവിധ ഭവനങ്ങളിൽ കൂടാറുണ്ട്. പാട്ടായ വേദപുസ്തകം വായന എന്നിവയ്ക്ക് ശേഷം അച്ഛൻ്റെ പ്രാരംഭ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൂടി 4:30 പ്രാർത്ഥനായോഗം പരിവേശിക്കും. കത്തീഡ്രലിൻ്റെ ആഭിമുഖ്യത്തിൽ 3 മാസത്തിലൊരിക്കൽ നടത്തി വരാനുള്ള സംയുക്ത പ്രാർത്ഥന ജൂൺ 22, 2025 കൊട്ടാരകാവ് ചാപ്പലിലും ഡിസംബർ 14, 2025 മുള്ളിക്കിഴങ്ങ ചാപ്പലിൽ നടത്തപ്പെടുകയുണ്ടായി. അതിൽ നമ്മുടെ ചാപ്പലിലെ അംഗങ്ങൾ പങ്കെടുക്കുകയും 2026 ജാനുവരി 21 കത്തീഡ്രലിൻ്റെ സംയുക്ത പ്രാർത്ഥന യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ക്വിസ് മത്സരത്തിൽ നമ്മുടെ ചാപ്പലിനെ പ്രതികരിച്ച് ജോർജ് ഡാനിയൽ, ആനി ഈശോ, ഷീബ ബിജു, ജിതിൻ വർഗീസ്, CK തോമസ് എന്നിവർ പങ്കെടുക്കുകയും 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യും. പ്രാർത്ഥനയോഗത്തിലെ കാണിക്കയിൽ നിന്നും രോഗികൾക്കുള്ള സഹായ പദ്ധതിയായി 28,000 രൂപയും കത്തീഡ്രലിലെ സഹായിയായി ജോലി ചെയ്തു വരുന്ന ലൈസമ്മ തോമസിൻ്റെ ഭവന കൂടാശയ്ക്കായി 5,000 രൂപയും നൽകി. നീക്കിയിരിപ്പായി 9,656 രൂപ ബാക്കി. നമ്മളുടെ ചാപ്പലിലെ വികാരിയും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരിയുമായിരിക്കുന്ന വന്യനായ GK തോമസ് അച്ഛന്, അതുപോലെ തന്നെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സെക്രട്ടറിയായി
ദീർഘമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടുവരുന്ന ഏറ്റവും ആദരണീയനായ ശ്രീ ഷൈമോൻ VT അവറുകളും നമ്മുടെ ഈ അധ്യാത്മിക സംഘടനകളുടെ വാർഷികത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ ചാപ്പലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനായ ജീസൻ ഇപ്പോൾ ഒരു വാക്ക് ആശംസകൾ അറിയിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ NG ഫിലിപ്പച്ചൻ, എൻ്റെ സഹോദരൻ, ഇളയ സഹോദരൻ പ്രിയപ്പെട്ട മനീഷച്ചൻ, നമ്മുടെ കത്തീഡ്രലിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷൈമോൻ VT, ചാപ്പലിൻ്റെ ട്രസ്റ്റി പ്രിയപ്പെട്ട മാത്യുച്ചായൻ, സെക്രട്ടറി പ്രിയപ്പെട്ട സ്റ്റീഫൻ ചായൻ, എല്ലാ ആത്മീയ സംഘടനകൾക്കും നേതൃത്വം നൽകുന്നവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ സത്യത്തിൽ ലേലം വിളിക്കാനായിട്ട് വന്നതാണ്. മറ്റത്ത് ചാപ്പലിൽ പെട്ടെന്ന് കുർബാന തീർത്തിട്ട് ഓടി വന്നതാണ്. ഒരു കല്യാണ വീട്ടിൽ പ്രാർത്ഥിക്കാനും പോകാനുണ്ട്. ഒരു കല്യാണം പരുമലപ്പള്ളിയിൽ വെച്ചാണ്. നമ്മുടെ ഇടവമെത്രാപ്പൊലീത്തയുമാണ്. സമയബന്ധിതമായിട്ട് ഇതിലെല്ലാം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ സംഘടനകളുടെ വാർഷികം അതിനോടും ചേരുവാൻ ദൈവം ഇടയാക്കുന്നതിൽ ഏറെ സന്തോഷവും തോന്നുന്നു. നമ്മുടെ ചാപ്പലിൻ്റെ, കുഞ്ഞു ചാപ്പലിൻ്റെ എല്ലാ ആത്മീയ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മനീഷച്ചൻ നമുക്ക് 3 വർഷം നൽകിയ നല്ല നേതൃത്വം ഉണ്ടല്ലോ, നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അച്ഛനെ പ്രത്യേകമായി ഓർക്കാം. കൂടുതലായി ഉന്നതങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം, സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും വിവിധ തലങ്ങളിൽ ശോഭിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ആത്മീയ സംഘടനകളും, പ്രത്യേകിച്ച് പ്രാർത്ഥനയോഗം, ഭക്തമറിയ സമാജം, സുവിശേഷ സംഘം, യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ, ഏറ്റവും പ്രാധാന്യമുള്ളതാണല്ലോ സൺഡേ സ്കൂൾ. ഈ ആത്മീയ സംഘടനകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട സൈച്ചാൻ റിപ്പോർട്ട് വായിച്ച് ഞാൻ ആ റിപ്പോർട്ടാണല്ലോ കേട്ടത്. ഈ വർഷത്തെ ദിദിമോസ് ബാബ സ്മാരക ക്വിസ് മത്സരത്തിന് 1ാം സ്ഥാനമാണ് നമ്മുടെ കല്ലുമല മോർ ഗ്രിഗോറിയോസ് ചാപ്പലിലെ പ്രാർത്ഥനയോഗം കരസ്ഥമാക്കിയത്. പ്രത്യേകമായ അനുമോദനങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളെല്ലാവരും പ്രാർത്ഥനകളിൽ ഓർക്കണം. നമ്മുടെ ഇന്നത്തെ ആദ്യഫല പെരുന്നാളും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ സംഘടനയുടെ വാർഷികവും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ആശംസ അറിയിക്കുവാനായിട്ട് നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ സെക്രട്ടറിയും നമ്മളെ ആത്മീയമായും ഭൗതികമായും കരുതുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഷൈമോൻ VT ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ഒന്നിനായ ഈ ദേശത്തിൻ്റെ പുരോഹിതൻ NG ഫിലിപ്പച്ചൻ, കത്തീഡ്രലിലെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഒന്നിനായ GK തോമസ് അച്ഛൻ, ചാപ്പലിൻ്റെ ചുമതലയിലായിരിക്കുന്ന അന്നിനായ മനീഷ് മാത്യു അച്ഛൻ, ഈ ഇടവകയുടെ ഈ ചാപ്പലിൻ്റെ ക്രിസ്ത്യായ സേവനമനുഷ്ഠിക്കുന്ന പ്രിയ മാത്യു ചായൻ, സെക്രട്ടറി സ്റ്റീഫൻ ചായൻ, ഈ ചാപ്പലിൻ്റെ ഈ വാർഡിൽ നിന്ന് പുതിയകാവ് കത്തീഡ്രലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച വാർഡിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ KC ഫിലിപ്പ്, ആത്മീയ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ ചാപ്പലിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കാം. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ. പ്രിയപ്പെട്ട മനീഷച്ചൻ കഴിഞ്ഞ ദിവസം വിളിച്ചു, ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വരണം. ഞാൻ പറഞ്ഞതുപോലെ സെക്രട്ടറിയാണ്, അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടതുണ്ട്. എന്തോ ഭാഗ്യത്തിന് നിന്ന് അല്പം നേരത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചു എന്ന് നമ്മുടെ വൈദികരെയൊക്കെ ഓർക്കുന്ന ദിനമാണല്ലോ. അതിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നടന്നു. ഇവിടെ കടന്നു വരുവാൻ സാധിച്ചില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ റിപ്പോർട്ടാണ്, അത് കഴിഞ്ഞ് സൺഡേ സ്കൂളിൻ്റെ റിപ്പോർട്ട് കേട്ടു, അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥനായോഗത്തിൻ്റെ റിപ്പോർട്ട് കേട്ടു. ആത്മീയ സംഘടനകളുടെ വാർഷികമെന്ന് പറയുമ്പോൾ വളരെ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുള്ളത്. ബാലസമാജം മുതൽ നേരത്തെ ആണെങ്കിൽ പ്രാർത്ഥനയോഗം വരെ, ഇതിൻ്റെ ഇടയിൽ ബാലികാ ബാലസമാജം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒന്നിച്ച് ബാലസമാജമായി. പിന്നെ യുവജന പ്രസ്ഥാനം, സൺഡേ സ്കൂൾ, പ്രാർത്ഥനയോഗം, മർത്തമറിയ സമാജം, ഇപ്പോൾ പുതിയ 2 സംഘടനകളിലൂടെ സഭ പ്രായത്തിനനുസരിച്ച്
വന്നിട്ടുണ്ട്. സെൻറ്റ് ഐരിഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പും സെൻറ്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പും നമ്മുടെ സഭയിൽ ഈ ഇതുപോലുള്ള സംഘടനകൾ സഭയ്ക്കും നമ്മുടെ ദേശത്തിനും ഇടവയ്ക്കും ഇതുപോലുള്ള ചാപ്പലുകൾക്കും അനുഗ്രഹമായി തീരുവാൻ, അതിൻ്റെ ഉന്നമനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായും ഈ ഒത്തൊരുമിച്ചുള്ള ഉന്നമനത്തിനും മുഖാന്തരങ്ങളായി തീരുവാൻ, അതോടൊരുമിച്ച് ആത്മീയ വളർച്ചയ്ക്കും അത് മുഖാന്തരമായി തീരുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികവും ആദിഫല പെരുന്നാളും ക്രമീകരിച്ച ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഉത്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു. ദൈവമായ കർത്താവ് നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ ഗാനം ആലപിക്കുവാനായിട്ട് ദയാ സാറ എബി ക്ഷണിക്കുന്നു. പഞ്ചമക്കൾ പാടി വരും മണിക്കുയിലെ പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവിൻ തന്ത്രികൾ പഞ്ചമസരമായി പഞ്ചമക്കൾ പാടി വരും മണിക്കുയിലെ പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവിൻ തന്ത്രികൾ പഞ്ചമസരമായി വിണ്ണിൽ ചിറകിൽ പറന്നുയരും രാത്രിതാരം ഇരുളിൽ വഴിദീപമായി മണ്ണിൻ മടിയിൽ പിറന്നൊരു ദിവ്യാവതാരം ജഗത്തിൽ വഴികാട്ടിയായി ബെത്ലഹേമിൽ ജാതനായി രാജാതിരാജനവൻ പഞ്ചമക്കൾ പാടി വരും മണിക്കുയിലും പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവിൻ തന്ത്രി പഞ്ചമസരമായി സ്വർഗം വെടിഞ്ഞു അനുകൂലം ഒന്നാകെ ശാന്തി സമൃദ്ധി സമാധാനവും വിണ്ണിൻ മഹത്വം അനുകൂലം ഒന്നാകെ ശാന്തി സമൃദ്ധി സമാധാനവും ആഘോഷിപ്പീൻ ആനന്ദിപ്പീൻ സ്നേഹത്തിൽ പങ്കിടുവീൻ പഞ്ചമക്കൾ പാടി വരും മണിക്കുയില് പുൽത്തൊഴുത്തിൽ പുഞ്ചിരിച്ചു മണിക്കുരുന്ന് മഞ്ഞണിഞ്ഞ മാമലകൾ പുൽകി വരും തെന്നലുകൾ തമ്പുരുവിൻ തന്ത്രികളിൽ പഞ്ചമസരമായി. മനോഹരമായ ഗാനം ആരംഭിച്ച ദൈവത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു. അടുത്തതായി കർത്തമറിയ സമാജത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് കർത്തമറിയ സമാജത്തിൻ്റെ പ്രിയപ്പെട്ട മോനിമാമയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കും. ദൈവത്തിന് സ്തുതി. 2025 ഏപ്രിൽ മുതൽ 2026 ജാനുവരി വരെയുള്ള വാർഷിക റിപ്പോർട്ട്. മാനിയിലെ ആലുമല സെൻറ്റ് ഗ്ലോറിയസ് ചാപ്പലിൻ്റെ മുത്തമറിയ സമാജത്തിൻ്റെയും സുവിശേഷ സംഘത്തിൻ്റെയും വാർഷിക റിപ്പോർട്ട്. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും ബഹുമാനപ്പെട്ട മനുഷ്യൻ്റെ അധ്യക്ഷതയിലും ഈ സമാജം ഭംഗിയായി പോകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശുദ്ധ ആരാധനയുടെ അടിസ്ഥാനത്തിലുമാണ് അച്ഛൻ ക്ലാസ്സുകൾ നയിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10:30 ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അധ്യക്ഷതയിൽ ശ്രീ സമാജത്തിൻ്റെ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പാട്ട്, ബൈബിൾ വായന, ധ്യാനം, സ്തോത്രവാഴ്ച, മധ്യസ്ഥ പ്രാർത്ഥന, ഉച്ചനമസ്കാരത്തോടെ യോഗം പിരിഞ്ഞു പോകുന്നു. പ്രവർത്തനങ്ങൾ: വിലാപഭവനത്തിൽ ഒന്നിച്ചു പോവുകയും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും സംബന്ധിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലും ഭദ്രാസന മീറ്റിങ്ങുകളിലും സംബന്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യ സ്മരണാർഹനായ പൗലോസ് മാർ പൗലോസ് തിരുമേനിയുടെ സ്മരണയായി ഒരു ചാരിറ്റി ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനായി നമ്മുടെ ചാപ്പലിൽ നിന്നും മധ്യമറിയ സമാജം എല്ലാ വർഷവും 3000 രൂപ കൊടുക്കാറുണ്ട്. മാണിക്കര ഭദ്രാസന മധ്യമറിയ സമാജം അവർക്ക് ഈ വർഷവും ഭംഗിയായി നടത്തുവാൻ സാധിച്ചു. അതിൽ നിന്നും ലഭിച്ച തുകയിൽ 5000 രൂപ കൊടുക്കുവാനും ഇടയായി. ഈ സമാജം തുടർന്ന് ഭംഗിയായി നടത്തുവാൻ സഭേശനോട് പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധ തിരുമാതാവിൻ്റെയും പരിശുദ്ധ പരിമലത്തിനുവേണ്ടിയുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സാധനം സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ സമ്മാനദാനം സൺഡേ സ്കൂളിൽ നിർവഹിക്കുകയാണ്. സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രിയപ്പെട്ട ഷുബിച്ചാന് പേര് വിളിക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട GHൻ്റെ കയ്യിൽ നിന്നും ഫിലിപ്പച്ചൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങണമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കും.
ഒരു പോയിന്റിൽ നമുക്ക് നല്ലൊരു സൗഭാഗ്യം കൈവന്നിട്ടുണ്ട്. നമ്മുടെ വികാരിയെ കൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മാനങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുപ്പിക്കാനുള്ള ഒരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് സ്തുതി. ആദ്യമായിട്ട് ഒരു കാര്യം പറയുകയാണ്, ഇവിടെ ഏതെങ്കിലും കുട്ടികൾ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് എന്നുള്ള കാര്യത്തിൽ അറിയിക്കുകയാണ്. സമയം ചുരുക്കം മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ നേരിട്ട് സമ്മാനദാനത്തിലേക്ക് കിടക്കുകയാണ്. അത് 1, 2, 3 ക്ലാസ്സുകൾ നമുക്കില്ല. അതുകൊണ്ട് 4ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. 4ാം ക്ലാസ്സിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന 2 പേരാണ്. ഒന്ന് ദയ സാറ EB, രണ്ട് ആദം സജീവ്. ഇനി ക്ലാസ് 7 ആണ് ജിയ ആൻഡ് സമൂഹൽ. ക്ലാസ് 8 നിയ മേരി ഖുഷി. ക്ലാസ് 9 ജെറിൻ തോമസ്. ക്ലാസ് 10 ജെയ്വൻ ബിജു. നമുക്കുള്ളത് 12ാം ക്ലാസ്സാണ്. 12ാം ക്ലാസ് 2 പേര് എഴുതി, 2 പേരും പാസ്സായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തി പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അവർ 2 പേരും നന്നായിട്ട് പഠിച്ചു. B ഗ്രേഡ് വാങ്ങിക്കുവാനായിട്ട് അവരെ സാധിച്ചു. ഒന്ന് രൂപൻ ടി ജോൺ, രണ്ട് CK തോമസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കും. CK തോമസിൻ്റെ ഇനി 2nd പ്രൈസ് ആണ് ക്ലാസ് 7 ആൽബിൻ ഷിബു. ക്ലാസ് 10 സെറ എം വർഗീസ്. സെറ ക്ലാസ് 10 3rd പ്രൈസ് ജോഷുവ ജിമ്മി. ജോഷുവ ഈ പ്രോത്സാഹന സമ്മാനമാണ്. 2-4 കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഇമ്മാനുവൽ ജോൺ, ദിയ സാറായി, അൽബിയൽ സിനു. അൽബിയൽ സിനു ഓടി നോയ അന്ന ബോൺസ്. LOGP വന്നിട്ടില്ല. ഇനി ഒരു സമ്മാനം കൂടെ ഉള്ളൂ. നമ്മുടെ സഹപാഠ്യ മത്സരത്തിൽ ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ മത്സരിച്ച് 1ാം സ്ഥാനം പ്രസംഗത്തിന് കരസ്ഥമാക്കിയ ജിയ ആൻഡ് സാമുവൽ. നമ്മുടെ പ്രസംഗത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും നമ്മളുടെ മർദ്ദമറിയ സമാജം കേന്ദ്ര പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി 2 പേര് പരീക്ഷ എഴുതി. 2 പേർക്ക് ഉന്നതമായ വിജയം കരസ്ഥമാക്കി. പ്രിയപ്പെട്ട ഷീബ വർഗീസ് മുന്നോട്ട് വന്ന് ബഹുമാനപ്പെട്ട അജയച്ചനിൽ നിന്ന് ഈ സമ്മാനം വാങ്ങേണ്ടതാണ്. A ഗ്രേഡാണ് കരസ്ഥമാക്കിയത് മർദ്ദമറിയ സമാജം കേന്ദ്ര പരീക്ഷയിൽ. മേരിക്കുട്ടി ജേക്കബ് മുമ്പോട്ട് വരണം, സമ്മാനം കരസ്ഥമാക്കണം. വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ഇപ്പോഴ് ഒറ്റ വാക്കിൽ നമ്മുടെ സെക്രട്ടറി സ്റ്റീഫൻ ജാൻ കൃതജ്ഞത അർപ്പിക്കുന്നതാണ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ വർഷത്തെ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ കത്തീഡ്രൽ വികാരിയും
ബഹുമാനപ്പെട്ട അജിയച്ഛൻ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ MG ഫിലിപ്പച്ചൻ, നമ്മുടെ ചാപ്പൽ സഹവികാരിയായിരിക്കുന്ന ഫാദർ മനീഷ് അച്ഛന്, കത്തീഡ്രൽ സെക്രട്ടറി ശ്രീ VT ഷൈൻ മോൻ, ഇവിടെ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ശ്രീ KC ഫിലിപ്പ്, ചാപ്പൽ ട്രസ്റ്റി, എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, സന്നിധരായിരിക്കുന്ന ഏവരുമേ, ഞാൻ പ്രത്യേകം ഒന്നും പറയുന്നില്ല. ഒറ്റ വാക്കിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനോടുള്ള ഏറ്റവും സന്തോഷം. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ NG ഫിലിപ്പച്ചനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കത്തീഡ്രൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ VT ഷൈൻമോനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചാപ്പലിലെ ട്രസ്റ്റി ശ്രീ PV മാത്യു അച്ഛന്, ശ്രീ KC ഫിലിപ്പ്, നമ്മുടെ എല്ലാ ഭരണസമിതി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനകളുടെ എല്ലാ അംഗങ്ങളും, എല്ലാ ചുമതലക്കാരും വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ കൈമുത്തതിന് ശേഷം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആദ്യഫലത്തിൻ്റെ ലേലത്തിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ബിരിയാണി ചലഞ്ച് ജനപ്രസ്ഥാനത്തിന് നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ഉണ്ടാകണമെന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു.